മഴ പെയ്തു തുടങ്ങുമ്പോൾ RCCB ട്രിപ്പ് ആകുന്നു. അതേപോലെ തന്നെ ന്യൂട്രലും ഫേസും തമ്മിൽ ടച്ച് ചെയ്താൽ RCCB അല്ലെങ്കിൽ ELCB ട്രിപ്പ് ആകുമോ? അതേപോലെ തന്നെ RCCB ഓട്ടോമാറ്റിക് റീസെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള വൈഫൈ ടൈപ്പ് സാധനങ്ങൾക്ക് പറ്റിയിട്ട് അഭിപ്രായം എന്താണ്? ഇത് 2-3 സബ്സ്ക്രൈബേഴ്സ് മാറി മാറി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിച്ചൊരു ഉത്തരം തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് തവണ ഇതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും വീണ്ടും RCCB അല്ലെങ്കിൽ ELCB നെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും വരുന്നത് കൊണ്ട് ഒറ്റ ഉത്തരം തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ RCCB ട്രിപ്പ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ RCCBന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കേടായ RCCB കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കാൻ ശ്രമിക്കുക. അതിന്റെ ഉള്ളിൽ ഒരു CT കോയിലാണുള്ളത്. അഥവാ ഫേസിലൂടെ പോകുന്ന ഒരു സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു ഫേസിലൂടെ പോകുന്ന കറണ്ട് ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട് തമ്മിൽ കമ്പയർ ചെയ്ത് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഇത് തമ്മിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വേരിയേഷൻ ഇപ്പൊ നമ്മൾ RCCB അല്ലെങ്കിൽ ELCB വരുന്നത് 30 മില്ലി ആംപിയർ, 100 മില്ലി ആംപിയർ, 300 മില്ലി ആംപിയർ ഈ റേറ്റിംഗിലാണ്. ഫോർ എക്സാമ്പിൾ 30 മില്ലി ആംപിയർ നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന 30 മില്ലി ആംപിയർ മുകളിൽ അൺബാലൻസ്ഡ് കറണ്ട് ഫേസിലും ന്യൂട്രലും തമ്മിൽ ഉണ്ടാവുമ്പോൾ ട്രിപ്പ് ആവും. ഇങ്ങനെ വരുമ്പോൾ ഇതാണ് എർത്ത് ലീക്കേജ് ട്രിപ്പ് ആവുന്ന സംഭവം. അതായത് നോർമലി സംഭവിക്കുന്നത് ഫേസിലൂടെ പോകുന്ന കറണ്ട് ഏതെങ്കിലും പദാർത്ഥത്തിൽ അല്ലെങ്കിൽ കേബിൾ വഴി അല്ലെങ്കിൽ മെറ്റീരിയൽ വഴി എർത്തിലേക്ക് ലീക്ക് ആവുമ്പോൾ ന്യൂട്രലിലൂടെ റിട്ടേൺ പോവാതിരിക്കുമ്പോഴാണ് RCCB ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരമാണ്, ഒരു ഫേസും ന്യൂട്രലും തമ്മിൽ കൂട്ടിമുട്ടിയാൽ RCCB ട്രിപ്പ് ആവുമോ? നോർമലി അത് ട്രിപ്പ് ആവാൻ പാടില്ല. നോർമലി ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ച് ആയി കഴിഞ്ഞാൽ ട്രിപ്പ് ആവേണ്ടത് MCB ആണ്, അഥവാ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അഥവാ MCB ട്രിപ്പ് ആവുന്നത് ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, അതായത് ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ച് ആവുമ്പോൾ, അല്ലെങ്കിൽ ഓവർ കറണ്ടിൽ. പക്ഷേ എങ്കിൽ ആസ് നോർമൽ കണ്ടീഷൻ RCCB ട്രിപ്പ് ആവാൻ പാടില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ച് ആവുമ്പോൾ ഒരു ഹെവി ഫോൾട്ടും ഒരു സർജും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ സർജിന്റെ ന്യൂയിസൻസ് ട്രിപ്പിംഗ് കാരണം ചിലപ്പോൾ RCCB കൂടെ ട്രിപ്പ് ആവാനുള്ള ഒരു സാധ്യത കാണാറുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ട്രിപ്പ് ആവുന്ന കാണാറുണ്ട്. ഇത് ഇത് ട്രിപ്പ് ആവേണ്ടതല്ല, പക്ഷെ ന്യൂയിസൻസ് ട്രിപ്പിംഗ് കാരണം ട്രിപ്പ് ആവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ഇടി വെട്ടുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്തു തുടങ്ങുമ്പോൾ RCCB ട്രിപ്പ് ആവുന്നതിനെ കുറിച്ച്. ഇങ്ങനെ ട്രിപ്പ് ആവുന്നത് എങ്ങനെ തടയാം, അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് ആവുന്നത് എന്തുകൊണ്ട്? ഇതും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഫേസും ന്യൂട്രലും കൂടി ടച്ച് ആവുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ഒരു സർജ് വരുന്നു. ആ സർജിന്റെ ന്യൂയിസൻസ് ശരിക്കും ട്രിപ്പ് ആവാൻ പാടില്ല, പക്ഷെ ന്യൂയിസൻസ് അതിന്റെ ഒരു സർജ് കറണ്ട് കാരണം ട്രിപ്പ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ലൈറ്റ്നിങ് അല്ലെങ്കിൽ കാറ്റൊക്കെ അടിച്ച് മഴ പെയ്തു തുടങ്ങുമ്പോൾ ഏതെങ്കിലും പോസ്റ്റിൽ നിന്നൊക്കെ ഒരു മരമൊക്കെ ടച്ച് ആവുമ്പോൾ, ഒരു മരം കമ്പിയിൽ തട്ടുമ്പോൾ അവിടെ ഒരു എർത്ത് ലീക്കേജ് വരും. ആ എർത്ത് ലീക്കേജ് വരുമ്പോൾ ഒരു സർജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു കാരണത്തിൽ ഈ ഒരു സർജ് ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനിൽ ചിലപ്പോൾ RCCB ട്രിപ്പ് ആവാറുണ്ട്. ആക്ച്വലി ഇത് ട്രിപ്പ് ആവാൻ പാടില്ല, പക്ഷെ ഇത് ന്യൂയിസൻസ് ട്രിപ്പിംഗ് എന്ന വിഭാഗത്തിൽ ഇങ്ങനെ ട്രിപ്പ് ആവുന്നതാണ്. അതിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, ഇങ്ങനെ ന്യൂയിസൻസ് ട്രിപ്പിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവുമ്പോൾ, പ്രത്യേകിച്ചും നമ്മൾ നാട്ടിലില്ല വിദേശത്താണ്, ഇങ്ങനെയൊക്കെ ട്രിപ്പായി നമ്മുടെ ഇൻവെർട്ടർ ഡൗൺ ആവും, നമ്മുടെ CCTV വർക്ക് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വൈഫൈയിൽ റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന RCCB ഒക്കെ വന്നിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം? ഇതിനെപ്പറ്റി വാങ്ങി വെക്കുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം RCCB ഒക്കെ ട്രിപ്പ് ആവുന്നത് നമുക്ക് ഒരു എർത്ത് ലീക്കേജോ അല്ലെങ്കിൽ ഒരു അപകടം വരുന്നതിനെ പറ്റി നമുക്ക് തടയാൻ വേണ്ടിയിട്ടാണ്. വൈഫൈ ഒക്കെ ഉള്ളത് നല്ല തന്നെയാണ്, പക്ഷെ വൈഫൈയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഇല്ലാണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മൾ വിദേശത്താണ്, ട്രിപ്പായി നമ്മൾ വിചാരിച്ച് കാറ്റും മഴയെന്ന് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്തു, ചിലപ്പോൾ അത് ആക്ച്വലി ഒരു എർത്ത് ലീക്കേജ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇത് ട്രിപ്പ് ആവുന്നതെങ്കിൽ ആ ഒരു ഫോൾട്ട്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചുറ്റും നടന്ന് നോക്കിയിട്ട് റീസെറ്റ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. പല കമ്പനികളുടെയും വൈഫൈയിൽ റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരം മോഡലാണ് ഉള്ളതെങ്കിൽ റീസെറ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇത്തരം എക്യുപ്മെന്റ് വെക്കുന്നതിനെക്കാട്ടും ഫിസിക്കലി ഒന്ന് ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് ആർക്കും അപകടമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റീസെറ്റ് ചെയ്യുന്നത് നല്ലത്. ഇപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് റീസെറ്റ് കൊടുത്തു, നാട്ടിൽ ആർക്കെങ്കിലും ഷോക്ക് അടിച്ചിട്ടാണ് ട്രിപ്പ് ആവുന്നത്, നിങ്ങളൊന്നും അവിടെ ഇല്ല, വൈഫൈയിൽ റീസെറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായമില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനത്തെ എക്യുപ്മെന്റ് വന്നിട്ടുണ്ട്. ഐ ഹോപ്പ് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയക്കുക. അതേപോലെ ഇലക്ട്രിക്കൽ ഡിസൈൻസും ഡ്രോയിങ്സും അതിനെ പറ്റിയിട്ടൊക്കെ കോഴ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട് വയർമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നവർക്ക് വീട് എടുക്കുമ്പോൾ അതിന്റെ പ്ലാൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ പ്ലാൻസും കാര്യങ്ങളും, MEP ഡിസൈൻസ് ആൻഡ് കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പർ ബന്ധപ്പെടാവുന്നതാണ്.
ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിന്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ കിട്ടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.